ഗുഡ് സ്പിരിറ്റ് വന്നാൽ പോലും എന്തെങ്കിലും ചലനം നമുക്ക് എവിടെയെങ്കിലും അറിയാൻ പറ്റും. ഇപ്പൊ എനിക്ക് വിശ്വാസമില്ല ഇതിനകത്ത് വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എന്തായാലും നമുക്കൊരു ചെറിയ ട്രയൽ നടത്തി നോക്കാം. Good spirit, please come. 3, 2, 1. ചാനലിൽ ആകെ ഒരു 10 എന്നുള്ള സൗണ്ടേ ഉള്ളൂ. 10 പറയാവൂ. എന്റെ അടുത്ത് ആരാണോ മോശം മലയാളത്തിൽ സംസാരിക്കുന്നത് അവരുടെ അടുത്താ ഞാൻ മോശം മലയാളത്തിൽ സംസാരിക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ പണിഷ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ എല്ലാരും മാത്തു എന്നിട്ട് റേസ് ആവുന്ന എന്തിനാ റേസ് ആവുന്നത്? ഞാൻ ഇറങ്ങി പോട്ടെ. ഇതെന്താ ഇങ്ങനെ? ഭാവന, ഓജോ ബോർഡ് എവിടെയെങ്കിലും വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ട്രൈ ചെയ്തിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ചെറിയ ഒരു മൂവ്മെന്റ്, എന്തെങ്കിലും? ഞങ്ങൾ 4 ഫ്രണ്ട്സ് കൂടിയിട്ടാ ചെയ്തത്, ട്രൈ ചെയ്ത്. ഞങ്ങളെല്ലാവരും വരുന്നിട്ട് ഇങ്ങനെ ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ഗുഡ് സ്പിരിറ്റ് അതല്ലേ പറയണേ. പറഞ്ഞു ഒന്നും വരുന്നില്ല. പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ പാടാൻ തുടങ്ങി, ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും വരുന്നില്ല, ഒരു ഇതുമില്ല. അപ്പൊ ഞങ്ങൾക്ക് ആ മൂടൊക്കെ പോയി. പക്ഷെ അങ്ങനെ ഇരിക്കണ സമയത്ത് തന്നെ അവിടെ ആ റൂമിലൊരു കോർണറിൽ എന്തോ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അത് താഴേക്ക് വീണു. എന്റെ അമ്മോ ഞങ്ങളൊക്കെ ഓടി. ഇത് ഗുഡ് സ്പിരിറ്റ് വന്നാൽ പോലും എന്തെങ്കിലും ചലനം നമുക്ക് എവിടെയെങ്കിലും അറിയാൻ പറ്റും. ഇപ്പൊ എനിക്ക് വിശ്വാസമില്ല ഇതിനകത്ത് വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഒരു ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വരുമെന്ന് വിശ്വാസമില്ല. എന്തായാലും നമുക്കൊരു ചെറിയ ട്രയൽ നടത്തി നോക്കാം. Good spirit, please come. 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 Move! No. അത് വളരെ ടാറ്റു കുത്തിയ ഒരു പ്രേതമാണ് വന്നിരിക്കുന്നത്. അത്ഭുതങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിൽ ഇത് പുതിയ അഭ്യാസങ്ങൾ. നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ? നമുക്ക് പരിപാടി അങ്ങോട്ട് തുടങ്ങാം. എന്താണ് പ്രേതത്തിന് ഒന്നും പറയാനില്ലാത്തൊരു പാവം ടാറ്റു കുത്തിയ പ്രേതമാണ്. ഇത് കണ്ണഞ്ചിപ്പിക്കുന്ന മായാജാലങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ലോകം. ഇത് സ്വയംവര സിൽക്സ് ആൻഡ് ക്ലോസ് അപ്പ് കോർപ്പറേഷൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ബ്ലോക്ക് ബസ്റ്റർ പാർട്ണർ YG, co-powered by Dr. Moms, കോസ്മെറ്റിക് പാർട്ണർ ഡാസ്ലർ എറ്റേണ, സ്പൈസ് പാർട്ണർ ഈസ്റ്റേൺ, ഇലക്ട്രോണിക്സ് പാർട്ണർ പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് ആൻഡ് പ്രീമിയം ഐസ്ക്രീം പാർട്ണർ ലാസ. മാതു, യെസ് കല്ലു. ഓജോ ബോർഡിന്റെ അനക്കം കേട്ടിട്ട് ആദ്യം ഒന്ന് ഞെട്ടിയായിരുന്നു. എന്നുവെച്ചാൽ അത് അനങ്ങുന്ന സമയത്തൊന്ന് ഞെട്ടിയായിരുന്നു. അനങ്ങുന്ന സമയത്ത് ഞെട്ടൽ ഞങ്ങൾ പേടിച്ചിട്ടുള്ള ഞെട്ടലല്ല. പക്ഷെ
പക്ഷെ എനിക്ക് അപ്പൊ തന്നെ എന്തോ നിങ്ങൾ എന്തോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഒരു സെക്കൻഡിൽ ഭാവന വിചാരിച്ചേ ഇനിയിപ്പോ ഇന്ന് ഗസ്റ്റ് ആയിട്ട് പ്രേതത്തിന് എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. പ്രേതം സി കേരളത്തില്. അപ്പൊ ഞാൻ കൈ വന്നപ്പോ ചെറുതായിട്ട് പഠിച്ചു. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു അംഗത്തിന്റെ പകുതി വെച്ചിട്ട് നമ്മളിങ്ങനെ നിർത്തിയേക്കുമായിരുന്നു. ഇനി ആ അംഗത്തിന്റെ ബാക്കി കൂടി നമുക്ക് കാണാനുള്ള സമയമാണ്. അപ്പൊ അംഗം കുറിക്കാനുള്ള ആൾക്കാരെ ചേകവന്മാരെയും ചേകവത്തികളെയും നമുക്ക് വിളിക്കണ്ടേ? വിളിക്കാം. തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ രണ്ട് ടീമുകളും ഒരുമിച്ച് ഈ വേദിയിലേക്ക് എത്തുകയാണ്. ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ ടീം ദേവാസുരം ആൻഡ് ടീം മധുര രാജ. സ്വാഗതം. കല്ലു, രണ്ട് ടീമുകളും കട്ടക്ക് ഇന്നലെ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. കട്ടക്ക് എന്ന് പറയാൻ പറ്റൂല. ജയിച്ചു നിൽക്കുന്ന മുഴുവൻ ദേവാസുരം ടീമാണ്. പക്ഷേ നോക്കിക്കോ, ഇന്ന് നോക്കിക്കോ. ഭാവൻ ഏത് ടീമാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ദേവാസുരം ടീം. കല്ലു, അതെന്താ കാര്യം അറിയോ? നിങ്ങൾക്ക് എപ്പോഴും ഈ ജയിക്കുന്ന ടീമിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു ത്വര പുള്ളിക്ക് മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണ്. വേണമെങ്കിൽ നിങ്ങൾ കൂടെ വന്നു ഇത് കഴിയുമ്പോഴത്തേക്ക് ചമ്മും അല്ലേ? അല്ല ഞാൻ അങ്ങനെ ഈ എന്താ പറയാ അപ്പ കാണുന്നവൻ അങ്കിളെ എന്ന് വിളിക്കുന്ന സ്വഭാവത്തിലുള്ള ആൾക്കാർ. ജയിച്ചാലും തോറ്റാലും ശരി, നമ്മളൊരു ടീമിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നു തീരുമാനിച്ചു കഴിഞ്ഞാല് പിന്നെ ചങ്ക് പറിച്ചു കൊടുത്തിട്ടാണെങ്കിൽ ഉറച്ചങ്ങോട്ട് നിൽക്കണം. പിന്നല്ല നമുക്ക് മത്സരം തുടങ്ങണ്ടേ? ഒരു 4 പേര് ആകാശത്തേക്ക് വെടിവെച്ചു. കല്ലു, അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരിവിടെയും ഇവരിവിടെ ഇരുന്നു. ഇനിയിപ്പോ ഭാവന ചെന്ന് അവിടെയും ഇരിക്കട്ടെ. കല്ലു, ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷക ലക്ഷങ്ങളെ മുഴുവൻ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു മത്സരമാണ് ഇനി ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ വേദിയിൽ അരങ്ങേറാനായിട്ട് പോകുന്നത്. അതെ, മഞ്ജു ചേച്ചി, നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ് സംഭവം. മഞ്ജു ചേച്ചിനെ ഇതിനകത്ത് കയറ്റിയിരുത്തും. അതിനുശേഷം നമ്മൾ ആ ചങ്ങലെ പിടിച്ച് വലിക്കും. അപ്പൊ ഇതിങ്ങനെ മേളോട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നമുക്ക് തോന്നും ഇനി മഞ്ജു ചേച്ചിനെ അങ്ങോട്ട് കീപ്പോട്ട് ഇട്ടേക്കാം. അന്നേരം നമ്മൾ ഇവിടുന്ന് പിടിവിടും. മഞ്ജു ചേച്ചി താഴെ നിന്ന് വെച്ച വാള് പോരെ, മോളിൽ നിന്ന് കൂടെ പറന്ന് വാള് വെക്കണമെന്നായിരിക്കും നിങ്ങൾ. ഇതിനകത്ത് നിങ്ങളുടെ കഴിവാണ് പ്രകടിപ്പിക്കേണ്ടത്. കഴിവ് എവിടെ തകരുന്നുവോ അവിടെ കസേരയും തകരും. ഇതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടീമിൽ നിന്ന് ഓരോരുത്തർ ഇതിനകത്തുണ്ടാവും. അപ്പൊ ഞാനും മാത്തും ഓരോ ടീമിന്റെ ആൾക്കാരാണ്. ഞാൻ അതിൽ കയറിയിരിക്കുന്നു, കല്ലു അതിൽ, ഞാൻ ഇതിനകത്ത് കയറിയിരിക്കുന്നു. അങ്ങനെ സങ്കല്പിക്കാം, നമ്മൾ കയറൂല. പൂവ് എന്നൊരു വാക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതെ, അത് വെച്ചിട്ട് പാട്ടുകളായിരിക്കും നിങ്ങൾ പാടേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം തുടങ്ങാണ്. പൂവേ പൂവേ പാലപ്പൂവേ പാടി. പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മുല്ലക കോർക്കാൻ പൂവാനമേ ഒരു രാഗമേഘം താ. ഇങ്ങനെ ഏത് ഈ പൂ വെച്ചുള്ള പാട്ട് അറിഞ്ഞൂടാതെ വരുന്നോ അവൻ പട്ടേന്ന് താഴെ. പൂവിന് പകരം മലരെന്നുള്ളതൊക്കെ പാടാവോ? പൂ മാത്രമേ പാടില്ല. ഇതുപോലത്തെ പല പല മത്സരങ്ങൾ നമ്മൾ ആ സമയത്ത് തരും. അതെ, തെറ്റിക്കുന്ന ആൾക്കാർ വീഴും. എന്താണെങ്കിലും വീഴും. കല്ലു, മധു, അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ട് ടീമുകളിൽ നിന്നായിട്ട് ഓരോരുത്തരെ വീതം നമുക്ക് കസേരയിലേക്ക് കയറ്റിയാലോ? ദേവാസുരം ടീമിൽ നിന്ന്, നമ്മുടെ ടീമിൽ നിന്ന് ആരാണ് വരുന്നത്? സംശയമുണ്ടോ? നീനു. മധുര രാജ, നിങ്ങളുടെ ടീമിൽ നിന്ന് ആരാണ്? ഞാനൊരു കാര്യം പറയാട്ടോ, ഈ മത്സരമെങ്കിലും ഒന്ന് ജയിക്കണം പ്ലീസ്. അത് ശരിയാണ്.
പാട്ട് മാത്രാണോ? പാട്ട് മാത്രമല്ല പരിപാടി, നിങ്ങളുടെ ബുദ്ധിയെ ചൂഷണം ചെയ്യുന്ന പല പരിപാടികളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളിത് മോളെ മോനിഷ ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു ബുദ്ധിയുടെ പ്രതീകമായ മോനിഷ എന്നാ വന്നത്. നീനു. കല്ലു, നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് രണ്ടുപേരെയും സിംഹാസനത്തിലേക്ക് കയറ്റിയാലോ? കല്ലു, ഏറ്റവും ആദ്യത്തെ വാക്ക് കൊടുക്ക്. ആദ്യത്തെ വാക്ക് കണ്ണ്. കണ്ണ്. പാടിക്കോ കണ്ണ്. മലയാളം പാട്ട് പാടാൻ തമിഴ് പറഞ്ഞു കൊടുക്കരുത്. കോർത്ത് കൊള്ളും വിധമഴക ഉയരേ ഉയരേ ആദ്യത്തെ വരി ഇങ്ങനെ പാട്. എന്താണ് പാട്ട്? ശരി. ഓക്കെ, അടുത്ത പാട്ട്. കണ്ണേ കലൈമാനേ അടിപൊളി. അടുത്ത പാട്ട്. കണ്ണ് പുത്തി വെപ്പിയൻ ചെല്ല കണ്ണനേവാ. അടുത്ത പാട്ട്. കണ്ണും വാശിയേറിയ മത്സരം. അടുത്ത കണ്ണ്. 10 10 9 8 പറഞ്ഞു കൊടുക്കുക. 7 കണ്ണും കണ്ണും ഞാനുക്കുള്ളും മഫിയ. അടുത്ത പാട്ട്. കണ്ണ്. 10 9 8 പാടിക്കൊടുക്കരുത്. ഇല്ല പാട ഏതെങ്കിലും 6 6 5 4 പറഞ്ഞു കൊടുക്കരുത്. 4 3 2 1 അയ്യോ, അത് പാടിച്ച് അങ്ങനെ പാടരുത്. അല്ലല്ല, ആ പാട്ടൊന്നും അല്ല പാടിയത്. അത് വേറെ മ്യൂസിക് ആയിരുന്നല്ലോ. എന്നാ അടുത്ത പാട്ട് പാട്. കണ്ണ്. 10 9 അല്ല പ്രശ്നം 8 7 6 കണ്ണാമൂച്ചി ഏനടാ എൻ കണ്ണാ. ആ കാര്യത്തിൽ ആരും പറഞ്ഞു കൊടുക്കരുത്. പാട്ട് പറഞ്ഞു കൊടുക്കരുത്. അവര് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പാടാം. കണ്ണെഴുതി പൊട്ടും തൊട്ട് അങ്ങനെ പാട്ടുണ്ട്. മോനിഷയുടെ കാര്യത്തിലെ ട്യൂണ് പറഞ്ഞൂടാ, പാട്ട് പറഞ്ഞൂടാ. ഓക്കെ, നമ്മൾ അംഗീകരിച്ചു. അവര് പാടുന്നത് ശരിയാണോ നോക്കണോട്ടോ. എൻ കൺകളിരണ്ടാൽ എന്നെ കത്തിയച്ചിരിപ്പിൽ ഒരു കള്ളച്ചിരിപ്പിൽ എന്നെ തള്ളിവിട്ട് അടുത്ത പാട്ട്. കണ്ണ്. കണ്ണാന കണ്ണേ കണ്ണാന അത് പാട്ട്. പക്ഷെ ഈ പാടിയത് ആ പാട്ട്. കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് പാട്. 10 9 ഒരു മിനിറ്റ്, ഇവർക്ക് കണ്ണാളൊക്കെ വാക്ക് കൊടുത്തപ്പോ നമുക്ക് സമയം 7 6 കണ്ണാല കണ്ണാല ഏതാ? കണ്ണാല കണ്ണാല എന്മേലെ എന്മേലെ തുടക്കം മാംഗല്യം. അഞ്ച് 4 3 ഇത് പാടി. കണ്ണോട് കണ്ണനക്ക് സ്വന്തമില്ലേ. അടുത്ത കണ്ണ്. കണ്ണാൻ തുമ്പി പോരാ പോരാമോ എന്നെ കൂടാ. ഭീകരമായ മത്സരം. എന്നിനുള്ളിൽ പൂക്കാലം. അത് നടക്കല. അല്ല, മേലേക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു
ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ബാക്കിയല്ല അക്സെപ്റ്റ് ചെയ്യാം. അവര് തുടങ്ങിയാൽ നിങ്ങൾക്ക് പാടിക്കോ, കുഴപ്പമില്ല. പക്ഷെ അവര് തുടങ്ങാതെ നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. കണ്ണിറക്കി കാണിച്ചു കൊടുക്കരുത് പ്ലീസ്. കൗണ്ട് ഡൗൺ. 10 9 കണ്ണിമലരെ കണ്ണിനഴകി അരികിലായി വന്നു നീ. പാടിക്കോ. അടുത്ത കണ്ണ് കണ്ണാമൂച്ചി ഏനടാ. അത് പാടി കണ്ണാമൂച്ചി പാടി. കണ്ണാ ഏയ്! 10 10 9 9 8 മാധു. യെസ് കല്ലു. ആ തോറ്റ ടീമിൽ നിന്നും മധുരരാജ ടീമിൽ നിന്നും മഞ്ജു പത്രോസ് കയറിയിട്ടുണ്ട്. പാട്ടറിയാം എന്നുള്ളൊരു അഹങ്കാരത്തിലാണ് മഞ്ജു പത്രോസ് അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്. കൗണ്ട് ഡൗൺ എന്ന് പറയുന്നത് വീഴാനുള്ള കൗണ്ട് ഡൗൺ മാത്രമാണ്. ഈ കൗണ്ട് ഡൗണിന്റെ ഇടയ്ക്ക് പാടുന്നത് ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല. അതെ, 3 2 1 എന്ന് പറയുന്ന 3 2 1 കഴിഞ്ഞിട്ട് 1 സെക്കൻഡ് തന്നെ ഞാൻ ചാടിക്കോളാം. അപ്പൊ നമ്മൾ മത്സരം തുടങ്ങാണ്. ഇപ്പോ ദേവാസുരത്തിന് 1 പോയിന്റ് ആണുള്ളത്. ഇദ്ദേഹം താഴെ വീണ് കഴിഞ്ഞാൽ മാത്രമാണ് മത്സരം മുന്നിലേക്ക് പോവുക. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയണവരല്ലേ വീഴേണ്ടത്? ആ കൊച്ചും വീഴണമെന്ന് എനിക്കില്ല. ഇതിന്റെ മുകളിലിരിക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. മത്സരത്തിലേക്ക് ആരാണ് ഇനി? അവര് പാടുന്ന സമയത്ത് മാത്രം നിങ്ങൾ ഏറ്റു പാടാം. അതെ, പറഞ്ഞു കൊടുക്കരുത്. ഇല്ലാത്ത വാക്കൊന്നും പറയല്ലേ. റെഡി? അപ്പൊ ഏതാണ് കല്ലു അടുത്ത വാക്ക്? ഞാൻ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും ചോദിക്കില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന പൂവാണ്. പൂ എന്ന് വേണമെങ്കിൽ പാടാം, അല്ലെങ്കിൽ പൂവ് എന്ന് പാടാം. എന്ന് വെച്ചാൽ ഇങ്ങനെ വിരിഞ്ഞു വരുന്ന സാധനമാണ്. ബ്രെഡ് പൂത്തേന് അത് പറയൂല. പൂവ് അല്ലെങ്കിൽ പൂ, ഇതിൽ തുടങ്ങുന്ന പാട്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യും. ആരാണ് അറിയുന്ന ആൾ ആദ്യം പാടി തുടങ്ങിക്കോ. പൂവേ പൂവേ പാലപ്പൂവേ അണുമട്ടിൽ തായോ മഞ്ജു പത്രോസ്. മതി, അടുത്ത പാട്ട്. പൂക്കളെ മതി, അടുത്ത പാട്ട്. പൂക്കൾ പുലരും കാറ്റിൽ പൊഴുതേ. അടിപൊളി 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 അടിപൊളി. അടുത്ത പാട്ട്. 3 അതിശയം. മതി. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിലോടും. 3 2 1. കല്ലു 1-1 എന്ന സ്കോറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതെ, മഞ്ജു പത്രോസ് കയറി തോൽപ്പിച്ചിരിക്കുകയാണ്. ഇനി ഒരാളൂടെ കയറണം. ഈ പാട്ടറിയാവുന്ന സൗഭാഗ്യ കേറൂ. ആരാണ് വരുന്നത്? ദേവാസുരൻ ടീമിൽ നിന്ന് ആരാണ്? ഒരു പാട്ടുകാരൻ സൂപ്പർ ഓവറാണ്. കല്ലു മാത്തു, നമ്മുടെ ദേവാസുരൻ ടീമിൽ നിന്ന് അടുത്ത ആള് കയറിയിട്ടുണ്ട്. അതെ, ഇപ്പൊ 1-1 സ്കോർ. ഇതിൽ ആര് ജയിക്കുന്നോ അവരാണ് ഇതിലെ വിന്നേഴ്സ്. പെനാൽറ്റി ഷൂട്ടൗട്ട് ആണ് നടക്കാൻ പോകുന്നത്. അതെ, പെനാൽറ്റി ഷൂട്ടൗട്ടിലെ ആ വാക്ക് എന്താണ് കല്ലു? കാറ്റ്. കാറ്റ്. തുടങ്ങിക്കോ. കാറ്റ് എന്ന് അർത്ഥം വരുന്ന സാധനം മാത്രം കേട്ടോ. റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കാറ്റാടി തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയ കുളിരും. മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂ ഞാലാടും ഇടനാഴി.
കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരോമൽ തോളിൽ എന്റെ ജീവനിരിപ്പു. അടുത്ത നെക്സ്റ്റ്. കാറ്റിനു സുഗന്ധമാണിഷ്ടം ഇഷ്ടം ഇഷ്ടം കാറ്റിനു സുഗന്ധമാണിഷ്ടം. അടുത്ത 3, 2, 1. വിജയിച്ചിരിക്കുന്ന മഞ്ജു പത്രോസ്. ആദ്യമായി മധുര രാജ. ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വിജയിച്ചിരിക്കുന്ന ടീം മധുര കാര്യം കൂടെ പറഞ്ഞു. അർജുനെ വിളിച്ചു. ഹലോ ഹലോ ഇല്ല, ഹലോ. മഞ്ജു പത്രോസിന് അർജുന്റെ മുഖത്ത് നോക്കിയത്. അല്ല, ഇവിടെ നിന്ന് പറഞ്ഞോ. ആരാടാ ജയിച്ചത്? ആരാടാ ജയിച്ചത്? ആ നേരത്തെ നമുക്ക് ഓഫർ ചെയ്തില്ലേ ബിരിയാണി? ആര്? അതുപോലത്തെ ബിരിയാണി ഞാൻ അവിടെ ഓഫർ ചെയ്യും ഇത് തുറക്കാൻ വേണ്ടി. നമ്മൾ 5 ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും അവിടെ. ഇത് ഊരിയിടാൻ. ഓക്കെ, കല്ലു മാത്തു, എന്തായാലും ഒരു നല്ല ഗെയിമിനുള്ള അല്ലെങ്കിൽ ഒരു മത്സരത്തിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ട് ഇങ്ങനെ പ്രേക്ഷകരും നമ്മളും കാത്തിരിക്കേണ്ടതില്ല. വരുന്നു ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് ഇനിയൊരു ഉഗ്രൻ മത്സരം. മാത്തു. യെസ് കല്ലു. അപ്പൊ നമ്മുടെ സൂപ്പർ ഹിറ്റ് ഐറ്റം വന്ന സ്ഥിതിക്ക് ഇപ്രാവശ്യം നമുക്ക് ചേഞ്ച് ചെയ്ത് വേറൊരു സാധനം കൊടുക്കും. അതെ, നമുക്ക് മലയാളത്തിൽ സംസാരിപ്പിച്ചാലോ? മാത്തു, മലയാളത്തിൽ സംസാരിക്കുക. ഈ കൂട്ടത്തില് വാർത്തയാണെന്നുണ്ടെങ്കിൽ പൊളിക്കും. കാരണം അവൾക്ക് മിനിറ്റിൽ 5 പ്രാവശ്യമെങ്കിലും ഇംഗ്ലീഷ് വാക്ക് വരും. നോ 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 അല്ല ഞാൻ ഒരിക്കലും അങ്ങനെ പറയാറില്ല. കല്ലു, മാത്തു, നമ്മളെ സാധാരണ ഈ സിനിമയ്ക്ക് മുമ്പ് ഈ പുകവലി പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള അഡ്വർടൈസ്മെന്റ് വരില്ലേ? എന്ന് പറഞ്ഞ മാതിരി ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നമ്മുടെ ചേട്ടന്മാരുണ്ടല്ലോ, ആ ചേട്ടന്മാരോട് സ്പാർട്ടക്കുട്ടി ഒരു കാര്യം പറഞ്ഞായിരുന്നു. അത് കേട്ടതിന് ശേഷം മാത്രം നമ്മൾ മത്സരത്തിലേക്ക് പോകുക. അതെ, ഒന്ന് കേട്ടു. പാർട്ടിയുടെ കാര്യത്തിൽ കല്ലു, മാത്തു, അപ്പൊ അത് കേട്ടല്ലോ. ഇനിയിപ്പോ നമുക്ക് മത്സരത്തിലേക്ക് കിടക്കാം. മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് സാധാരണ നമ്മൾ പ്രേക്ഷകരോടാണ് മുന്നറിയിപ്പൊക്കെ കൊടുക്കാറ്. നിനക്കൊരു ചെറിയ നിർദ്ദേശം തരാം. അതായത് കറണ്ട് അടിക്കുന്ന സമയത്ത് നീ സാധാരണ വായിൽ നിന്നും പറയാൻ അതായത് മിക്കവാറും അതിന് ചാൻസ് ഉള്ള കുറച്ച് വാചകങ്ങളുണ്ട്. ആ വാക്കുകളൊന്നും പറയരുത്. ഇത് കുടുംബമായിട്ട് ഒരുപാട് ആൾക്കാർ ഇരുന്ന് കാണുന്ന ഒരു പരിപാടിയാണ്. തമിഴല്ല, മലയാളമാണ്. അതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു വാചകവും പറയരുത്. അത് മാത്രമല്ല, അത് ഇംഗ്ലീഷിലില്ലല്ലോ. അല്ല, നന്നായി. അത് മാത്രമല്ല, ചാനലിൽ ആകെ ഒരു 10 എന്നുള്ള സൗണ്ടേ ഉള്ളൂ. 10 പറയാവോ? 10 അത് അതിനുള്ള ലൈസൻസ് അല്ല. ഇനി നിന്നെ നീയാക്കിയ ട്രോളന്മാരെ കുറിച്ചാണ് നീ പറയേണ്ടത് മലയാളത്തിൽ. ട്രോളൻ ഇംഗ്ലീഷ്, മലയാളം. പരിഹസിക്കൽ വീരന്മാർ. പരിഹസിക്കൽ വീരന്മാർ. പരിഹാസ വീരന്മാർ. പരിഹാസ വീരന്മാർ. റെഡി? 3, 2, 1. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച പരിഹാസ വീരന്മാർക്ക് എന്റെ 1000 നന്ദി. നിങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാനുള്ള കാരണം നിങ്ങളാണ്. നിങ്ങൾ എന്നെ സോറി ലാഗ് അടിച്ചിട്ടാ ഞാൻ അതിന്റെ ഇത് മറന്നുപോയി. ഞാൻ മറന്നുപോയി. സാമൂഹ്യ കിട്ടി. ഞാൻ നിങ്ങൾ എന്നെ എത്ര പരിഹസിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും. നിങ്ങള് തളരില്ല. നിങ്ങള് എത്ര എന്നെ താഴ്ത്താൻ ശ്രമിക്കുന്നോ ഞാൻ അത്രത്തോളം ഒരു സമയം അല്ല. അതെ, നിമിഷം യൂട്യൂബാണോ? എൻകറേജ് ചെയ്യിക്കും. പിന്തുണ ശരിക്കും ചെയ്യും.
ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അയ്യോ എത്ര നിമിഷം പറയണം? സൂപ്പർ സൂപ്പർ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പൊ നിനക്ക് മലയാളമൊക്കെ അറിയാല്ലേ? നല്ല മലയാളം. അല്ല, ഞാൻ മോശം, എന്റെ അടുത്ത് ആരാണോ മോശം മലയാളത്തിൽ സംസാരിക്കുന്നത് അവരുടെ അടുത്താ ഞാൻ മോശം മലയാളത്തിൽ സംസാരിക്കുന്നത്. ഭാവന നല്ല എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇരുന്നത്. വളരെ നന്നായിരുന്നു. ഞാൻ ഇങ്ങനെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറയുന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അസലായിരുന്നു, നന്നായിരുന്നു. അതെ, ഓരോ സെക്കൻഡിലും നമ്മൾ അരുതാത്തത് പ്രതീക്ഷിച്ചിട്ട് ഒരു അരുതായ്മയില്ലാണ്ട് അവസാനിപ്പിച്ചല്ലോ. അതിനൊരു വലിയ കൈയടി. അവിടെ നിന്ന് സ്പാർട്ടക്കുട്ടിയാണെങ്കിലും ഇവിടെ നിന്നും ആ കാര്യത്തിൽ കിട്ടപിട്ടിക്കാനുള്ള ഒരാളുള്ളത് റബേക്ക. റബേക്ക നിൻ വരവാലേ, റബേക്ക 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 നിൻ വരവാലേ. അപ്പൊ റബേക്ക ഇഷ്ടപ്പെട്ടു. നമുക്കിനി സംസാരിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ്, സോഷ്യൽ മീഡിയ ഉപയോഗം. അതെ, സാമൂഹ്യ മാധ്യമങ്ങൾ നമുക്ക് നല്ലതിനും ചീത്തയ്ക്കുമായി ഉപയോഗിക്കാം. ആദ്യം തന്നെ ഞാൻ നല്ലതിനായിട്ടുള്ള കാര്യങ്ങൾ പറയാം. നല്ലതിനായി നമുക്ക് സാമൂഹ്യ മാധ്യമം നമുക്ക് പല കാര്യങ്ങൾ പലരുമായി എത്തിക്കാനും സംസാരിക്കാനുമായി സാമൂഹ്യ മാധ്യമം ഉപയോഗിക്കാം. പല തരത്തിലുള്ള തെറ്റായ ഉപയോഗങ്ങളും ഉണ്ട്. അതിന് തെറ്റായ ഉപയോഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത്? നമ്മൾ പരസ്പരം പറ്റിക്കുക, മോശമായി പറയുക. ഉപയോഗിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ കുറെ രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നിൻകുഴൽ, പിന്നെ ഒരു ഗ്രാമം, പിന്നെ മുഖപുസ്തകം, അതുപോലെയുള്ള പല തരത്തിലുള്ള സാമൂഹ്യ മാധ്യമം. മുഖപുസ്തകത്തിലും ഒരു ഗ്രാമത്തിലും എനിക്ക് കുറെ കൂട്ടുകാരുണ്ട്. ആ കൂട്ടുകാരൊക്കെ എനിക്ക് ഭയങ്കര എവിടെയാണ് ചെക്ക് ചെയ്യണേ? എന്ത് യൂസ് ചെയ്താ ചെക്ക് ചെയ്യണേ? കമ്പ്യൂട്ടറിലാണോ മൊബൈലിലാണോ? കമ്പ്യൂട്ടറിലാണോ മൊബൈലിലാണോ ചെക്ക് ചെയ്യുന്നത്? ഞാൻ എന്റെ കയ്യിലുള്ള ഒരു ഉപകരണത്തിലാണ് ഞാൻ. എന്റെ കയ്യിൽ കുറെ ഉപകരണങ്ങളുണ്ട്. എല്ലാ ഉപകരണത്തിലും ഞാൻ സാമൂഹ്യ മാധ്യമം ചെക്ക് ചെയ്യാറുണ്ട്. അതെ, ചീപ്പ് കണ്ണാടി അതിലേക്കാണ്. ചതുരത്തിലുള്ള ഒരു ഉപകരണം എന്റെ ഉണ്ട്. അതിലാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ഇങ്ങനെ പുസ്തകം നിങ്ങൾ നാളെ ഒരു സഞ്ചി അഞ്ചാറ് കുപ്പിയും തൈലവും ഒക്കെ ആയിട്ട് വരി. ഇവിടെ തടവി ഇറക്കും ഇങ്ങോട്ട്. അതല്ല രസം. ആദ്യം എന്തായിരുന്നു പേരിട്ട? ചുക്കുടുവാവയോ? നാടി വൈദ്യം. ഇപ്പൊ കള്ളക്കളാനായി. ഇനി അടുത്ത ആളെ നമുക്ക് വിളിക്കേണ്ട സമയമായിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ മിണ്ടാതിരിക്കുന്നവരുടെ എണ്ണം പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും അധികം പ്രേക്ഷകർ പറയുന്ന മറ്റൊരു പേരുണ്ട്. നീൽ തുടങ്ങും, നൂൽ അവസാനിക്കും. അത് നീലുമല്ലേ? അതെ, ഇപ്പോഴത്തെ സ്കോർ നിലവാരം എന്ന് പറയുന്നത് 1-1. ഈ അവസരത്തിൽ വീണ്ടും ദേവാസുരം ടീമിൽ നിന്നെത്തുന്നു നീലു. നീനു ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ തന്നെ ഒരു സ്റ്റൈലാണ്. അതെ, പിന്നെ അല്ല കാലൊക്കെ മാത്രമല്ല ഒരു ലാടൊക്കെ ഇട്ട് ഗംഭീരായിട്ടുണ്ട്. പൊളിയാണ്. ഇളക്കി വിടാനാണ് ഇതൊക്കെ പറയണത്. അപ്പൊ മാത്തു, നീനൂടെ ഒരു സബ്ജക്ട് കൊടുക്കല്ലോ, ഗതാഗത സംവിധാനം. അതെ, ഇപ്പൊ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. മെട്രോ മുതൽ കാളവണ്ടി വരെ. അതെ, ഫ്ലൈറ്റ് വരെ ഉണ്ട്. ചില ആൾക്കാർ തിരിച്ചും പറയാറുണ്ട്, കാളവണ്ടി മുതൽ മെട്രോ വരെ. തുടങ്ങി. ഗതാഗത സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷം അതിനു മുമ്പ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരുപാട് ദൂരം നടക്കേണ്ടി വരും. അത്
അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം നഷ്ടമാകുവാൻ നടക്കേണ്ടത് കൊണ്ട്. ഗതാഗത വാഹനങ്ങൾ ഓടിക്കാൻ എന്താണ് അതിനകത്ത് ഒഴിക്കേണ്ടത്? ഗതാഗത വാഹനങ്ങൾ അതിൽ ഇന്ധനം ഒഴിച്ചാണ്. ഇന്ധനമാണ്. അത് പലതരം ഇന്ധനങ്ങളുണ്ട്. അത് ഓരോ വാഹനത്തിനും വണ്ടി ഓടും. അതാണ് ഇന്ധനം ഒഴിച്ചാൽ വണ്ടി ഓടും. 4 തരം വാഹനം, 4 ചക്ര വാഹനമുണ്ട്, 2 ചക്ര വാഹനമുണ്ട്, 3 ചക്ര വാഹനമുണ്ട്, 6 ചക്ര വാഹനമുണ്ട്. അങ്ങനെ പലതരം. പറക്കുന്ന വാഹനമുണ്ട്, വെള്ളത്തിൽ കൂടെ പോകുന്ന വാഹനമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നിലവിലത്തെ അവസ്ഥയിൽ വീണ്ടും ഒരിക്കൽ കൂടി ദേവാസുരം ടീം മുന്നിട്ട് നിൽക്കുകയാണ്. ഇനി ആരാണ് മധുര രാജ്യയിൽ നിന്ന് വരുന്നത്? ഒന്നിനും വന്നില്ല. മാത്തു, യെസ്, പ്രഭിൻ വലിയ ജാടയിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പ്രഭിൻ അടുത്തൊരു സ്വപ്നം എന്ന് പറയുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ പ്രഭിന്റെ സബ്ജക്ട് സിനിമ. ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ എന്റെ സ്വപ്നമാണ്. ഞാൻ എന്തെങ്കിലും ഒരു നാൾ വലിയൊരു നടനാവും, ഈ രാജ്യം അറിയപ്പെടുന്ന ഒരു നടനായി മാറും. അതിനുവേണ്ടി എന്തോരം കഷ്ടപ്പാട് സഹിക്കാനും ഞാൻ തയ്യാറാണ്. വർക്കൗട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? അല്ല, ഒരു നടനാവണമെന്നുണ്ടെങ്കിൽ ഒരു നടനാവണമെങ്കിൽ വർക്കലെ പോണമെന്നില്ല എന്ന് പറയട്ടെ. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ഇത് ശരിയല്ല, ഇത് ശരിയല്ലേ? ഒരു നടനാവണി വർക്കലെ പോണമെന്നില്ല. ടീം അംഗങ്ങൾ മലയാളം വാക്കുകൾ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യരുത്. ഇല്ല, ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇയാളെ ഇവിടുന്ന് മാറ്റണം. ഒരു ആർട്ടിസ്റ്റ് ആവുമ്പോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വേണ്ടത് ആരുടെ അടുത്തുനിന്നാണ്? ഒരു നടനാവണമെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ശരി, ഒരു നടനാവണമെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം വേണ്ടത് സ്വന്തം ഭാര്യ എന്നായിരിക്കും. കാരണം നമ്മുടെ കൂടെ നമ്മുടെ കൂടെ എപ്പോഴും ചെലവഴിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യ ആയിരിക്കും. അപ്പൊ ഭാര്യ അല്ല, ഫീൽഡിൽ ആ ടീമിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻ സൈഡിൽ നിന്ന് അല്ല, നമുക്ക് ആരും പ്രോത്സാഹനം തന്നില്ലെങ്കിലും നമ്മുടെ ഉള്ളില് നമ്മളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. അപ്പൊ നമ്മൾ എവിടെ വേണമെങ്കിൽ അത്യാവശ്യം കുറച്ച് തരിപ്പ് മാത്രമേ പ്രവീന് കിട്ടിയിട്ടുള്ളൂ. എന്നാലും 4-5 തവണ കിട്ടി. കല്ല്, നമുക്കൊരു കാര്യം അറിയാമോ? നമ്മൾ ജയിച്ചു. പക്ഷെ ഞങ്ങൾ ജയിച്ചു പോയി. അതെ, അത് നമ്മൾ പ്രഖ്യാപിക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് പ്രവീൺ സീറ്റിലേക്ക് മടങ്ങിപ്പോക്കോളൂ. അപ്പൊ ഇനി എന്തായാലും 2 ഭാഗത്തു നിന്നുള്ള മത്സരങ്ങളും അവസാനിച്ച സ്ഥിതിക്ക് നമുക്കിനി ഭാവന മോളെ വിളിക്കാം. ഭാവന മോള് ഒരു പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. പൂങ്കിനാവിലഹരിയും ഭൂമി സുന്ദരം. 2 ടീമുകൾ മത്സരിച്ച സമയത്ത് അവിടെ മിണ്ടാതിരുന്ന് കാണുകയായിരുന്നു ഇത്രയും നേരം ഭാവന. അപ്പൊ നമുക്ക് അങ്ങ് തുടങ്ങിയാലോ? ഇതിന്റെ അകത്ത് ഈ റൗണ്ടിൽ നിങ്ങൾക്കുള്ള പണി എന്താന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിപ്പിച്ച് കുഴയ്ക്കുന്ന, അതായത് ഭാവനയ്ക്ക് ഏറ്റവും കൂടുതൽ ഷോക്ക് മേടിച്ചു കൊടുക്കുന്ന ടീമായിരിക്കും വിജയം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഭാവനയോട് ചോദിക്കാൻ പാടില്ല. തീരുമാനമായില്ലേ? ഫസ്റ്റ് സുക്കുടു ആദ്യത്തെ ചോദ്യം ചോദിച്ചോ. ഇതാ നമ്മുടെ മത്സരം ആരംഭിക്കുകയാണ്. ഗെയിം സ്റ്റാർട്ട്സ് നൗ. നമ്മുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സംവിധായകൻ വന്ന് നമ്മളോട് പറയില്ലേ, ഒരു 3 വാക്ക് പറയും. അതെന്താണ്? തുടങ്ങൂ. പിന്നെ സ്റ്റാൻഡ് ബൈക്ക് എന്താ മലയാളം എനിക്കറിയില്ല. പ്രവൃത്തി ചെയ്യൂ. ഞാൻ വന്നപ്പോ മുതൽ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. അത് ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചാ പോരെ. നല്ല ലിപ്സ്റ്റിക്കിന്റെ നല്ല ടോൺ ഇതേതാ? ഇതിന്റെ നിറത്തിന്റെ പേരാണ് ഹൃദയം പൊട്ടിക്കുന്നത് എന്നാണ് ഈ നിറത്തിന്റെ പേര്. ആ നിറത്തിന്റെ പേര്, ഐ മീൻ ആ ഇതിന്റെ പേര്. ഈ
കോവിഡ് വരാതിരിക്കാൻ മുഖത്ത് വെക്കുന്നത് എന്താ? അതിനൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല വാക്ക്. മുഖം മൂടി. ചേച്ചിയുടെ ഫേവറേറ്റ് മേക്കപ്പ് ബ്രാൻഡ് ഏതാ? അതിനൊന്നും പിന്നെ മലയാളം ഇല്ല കേട്ടോ. അതൊന്നും പിന്നെ ഹസ്ബൻഡിന് ജോലി എന്താ? അറിഞ്ഞൂടാ. ചേച്ചി കണ്ണിൽ എന്താ വെച്ചേക്കുന്ന? കണ്ണിന്റെ ഉള്ളില് അത് ഒരു ഇങ്ങനത്തെ സാധനം. എങ്ങനത്തെ? അതിന് പേരില്ല. എങ്ങനത്തെ മലയാളം വാക്കി. അതിന്റെ കളർ എന്താ? ഹോസ്പിറ്റലിൽ പോയാൽ ആരെയൊക്കെയാണ് കാണുന്നത്? അസുഖമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആരൊക്കെ കാണും? വൈദ്യൻ, പിന്നെ ശുശ്രൂഷകൻ. ശുശ്രൂഷക. ശരി, അപ്പൊ തൽക്കാലത്തേക്ക് അവസാനിച്ചു. നിങ്ങളുടെ അവസരമാണ്. ചേച്ചി ഇപ്പൊ ഒരുപാട് ലാംഗ്വേജിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, തമിഴ്, തെലുങ്ക്, കന്നഡ. ഇപ്പൊ ഇവിടെ കേരളത്തില് അപ്പൊ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പൊ കൂടുതലും ഈ ഫ്ലൈയിങ് ആയിരിക്കുമല്ലോ. അപ്പൊ എയർപോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അവിടുത്തെ ഇത് എന്താ പറയാ ഫോർമാലിറ്റീസ് ഒക്കെ ഒരുപാടാണ്. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾ പലരും ഫ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അവിടെ എന്തൊക്കെയാണ് ഷെയർ, എങ്ങനെയാണ് ഫോർമാലിറ്റീസ് പറഞ്ഞു തരുമോ? അത് നമ്മൾ വിമാനത്താവളത്തിലെത്തും. അവിടെ നിന്ന് നമ്മുടെ ഒരു പടം അല്ല നമ്മുടെ ഒരു പടമുള്ള ഒരു ബുക്ക് കാണിക്കും. പടമുള്ള പുസ്തകം ടിക്കറ്റ് കാണിക്കണ്ടേ? ഐഡന്റിറ്റി കാർഡ് അതൊക്കെ കാണിക്കാം. വേറെ ഒരു കടലാസും കൂടി കാണിക്കും. അപ്പൊ അവര് നമ്മളെ അകത്തേക്ക് കടത്തി വിടും. ഏത് കടലാസ്? അറിയില്ലല്ലേ? യാത്ര പോകാനുള്ള ആൾക്കാർക്ക് പോകണ്ട. എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല. ഭാവന, ഈ ചോദ്യം ചോദിച്ച് കുടുക്കിയതിൽ ഏത് ടീമിന്റെ ചോദ്യമായിരുന്നു ശക്തമായ ചോദ്യങ്ങൾ? അതെ, എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങളെ എല്ലാവരുടെയും ചോദ്യങ്ങൾ തറച്ചു കയറി. എന്നാലും ഒരു വിജയെ തെരഞ്ഞെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആരെയായിരിക്കും തെരഞ്ഞെടുക്കുക? എനിക്ക് തോന്നുന്നു കുറച്ചുകൂടിയും പിന്നെ എന്നെ ബുദ്ധിമുട്ടിച്ചത് ഇവരാണെന്ന്. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഷോക്ക് അടിച്ചത് ആരാ? ഷോക്ക് അടിച്ചത് ഷോക്ക് കൂടുതൽ അടുപ്പിച്ച ഞങ്ങളല്ല. അതുകൊണ്ട് അറിയണ്ട. ഭാവന പറഞ്ഞു ബുദ്ധിമുട്ടിക്കൽ. ദാറ്റ് ഇസ് ബുദ്ധിമുട്ട്. അവര് മറന്നുപോയതാ ഷോക്ക് അടിക്കാൻ. അല്ലല്ല, ഇതിപ്പോ ഫൈനലായിട്ട് ആൻസർ പറഞ്ഞു. ഇനി മറ്റേ എന്നെ ബുദ്ധിമുട്ടിച്ചത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരുമല്ല. ഇതിന്റെ ഒരു വയറ് അതിന്റെ അറ്റത്തേക്ക് ഒരു സ്വിച്ച് ഒരാളുടെ കയ്യിലുണ്ട്. അയാളാണ് ഏറ്റവും ബുദ്ധിമുട്ടിച്ചത്. അപ്പൊ അയാളാണ് ജയിച്ചത്. താൽക്കാലികമായിട്ട് നമുക്കൊരു വിജയെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യം വന്നതുകൊണ്ട് ടീം ദേവാസുരം വിജയമായി പ്രഖ്യാപിക്കുന്നു. കല്ലു, നമുക്ക് എന്തായാലും അപ്പോ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. രണ്ടുപേര് എണീറ്റ് വാ. ഇത് സ്വയംവര സിൽക്സ് ആൻഡ് ക്ലോസപ്പ് കോർപ്പറേഷൻസ് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ബ്ലോക്ക്ബസ്റ്റർ പാർട്ണർ YG, co-powered by Dr. Moms. Cosmetic partner Dazzler, Eternal, Spice partner Eastern. Electronics partner Pitapilil Agencies and premium ice cream partner Laza.